നമസ്കാരം. നമുക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പല പല വിഘ്നങ്ങളും പ്രതിബന്ധങ്ങളും തരണം ചെയ്യാൻ അത്യാവശ്യം വേണ്ട ഒരു സംഗതിയുണ്ട്. അതെന്താണെന്നറിയാമോ? ഫെയ്ത്ത്, വിശ്വാസം. വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് നേടാൻ കഴിയാത്ത ഒന്നും തന്നെ ഇല്ല. നേരിടാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തിയുമില്ല. വിശ്വാസമില്ലെങ്കിലോ ചെറിയ വിഷമങ്ങളിൽ പോലും നമ്മൾ തളർന്നു വീഴും. കൊച്ചു കൊച്ചു തടസ്സങ്ങൾ പോലും നമ്മുടെ കണ്ണിൽ വലുതായി കാണപ്പെടും. നമ്മൾ ഒരു വിത്ത് ഭൂമിയിൽ കുഴിച്ചിട്ടാൽ അത് ദിവസവും നനയ്ക്കുന്നു. ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടുമെന്ന് ഉറപ്പുവരുത്തുന്നു. കനത്ത കാലാവസ്ഥയിൽ അതിന് സംരക്ഷണം നൽകുന്നു. മണ്ണിന് താഴെ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. പക്ഷേ ആ വിത്ത് മുള പൊട്ടി ഒരു ദിവസം ചെടിയായി വളർന്നു വരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഭൂമിക്കടിയിലുള്ള വിത്തും നമ്മളെ വിശ്വസിക്കുന്നുണ്ടാകും. ഈ പരസ്പര വിശ്വാസമാണ് വിത്തിനെ വളരാൻ സഹായിക്കുന്നത്. കുഞ്ഞുനാളിൽ നമുക്ക് നമ്മുടെ രക്ഷിതാക്കളിൽ വിശ്വാസമുണ്ടായിരുന്നു. എന്ത് പ്രശ്നം വന്നാലും അവർ നമ്മോടൊപ്പം ഉണ്ടാകും എന്ന ഉറപ്പ് നമുക്കുണ്ടായിരുന്നു. ശരിക്കു പറഞ്ഞാൽ നമുക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം നമ്മുടെ രക്ഷിതാക്കളിൽ ഉള്ള വിശ്വാസത്തിൻ്റെ പ്രതിഫലനം ആയിരുന്നു എന്ന് തീർത്ത് പറയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ വലുതായി, നമുക്ക് ഉത്തരവാദിത്വങ്ങളായി, എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം എന്ന ചിന്തയായി, പലതിലും വിശ്വാസമില്ലാതെയായി. അതുകൊണ്ട് ആത്മവിശ്വാസം ചോർന്നുപോയി. പ്രശ്നങ്ങൾ നേരിടാനുള്ള കരുത്ത് നഷ്ടമായി. അപ്പോൾ തടസ്സങ്ങളും വലുതായി എന്ന് തോന്നിത്തുടങ്ങി. കാറ്റത്ത് വിളക്കിൻ്റെ തീനാളം കെടുന്നത് പോലെ പ്രതീക്ഷകളും കെട്ടടങ്ങി. എല്ലാം തിരിച്ചു പിടിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ. വീണ്ടും വിശ്വസിച്ചു തുടങ്ങുക. ഞാൻ ഒറ്റയ്ക്കല്ല എന്ന സത്യം തിരിച്ചറിയുക. നമുക്ക് വേണ്ട സംരക്ഷണം നൽകാൻ നമുക്കതീതമായ ഒരു ശക്തിയുണ്ട്, ഈശ്വരനുണ്ട്, അല്ലെങ്കിൽ പ്രപഞ്ചമുണ്ട് എന്ന സത്യം തിരിച്ചറിയുകയാണ് വേണ്ടത്. നമ്മുടെ മനസ്സിൻ്റെ ഭാരം നമ്മുടെ മാത്രം ഭാരമല്ല, നമ്മുടെ സ്രഷ്ടാവിൻ്റെ ഭാരമാണ് എന്നറിയുക. ഒന്ന് ആലോചിച്ചാൽ നമ്മൾ പലതും ആഗ്രഹിച്ചു തുടങ്ങിയത് നമ്മൾ ഉണ്ടായതിനു ശേഷമല്ലേ? നമ്മൾ ഉണ്ടാകാൻ കാരണം നമ്മളല്ലല്ലോ, ഈ പ്രപഞ്ചമല്ലേ? അങ്ങനെ നോക്കിയാൽ നമ്മുടെയും നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കളുടെയും എല്ലാം രക്ഷിതാവ് സത്യത്തിൽ ഈ പ്രപഞ്ചമല്ലേ? നമുക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയുന്നത് ഈ പ്രപഞ്ചം ഉള്ളതുകൊണ്ടല്ലേ? പ്രപഞ്ചമില്ലെങ്കിൽ നമ്മളില്ലല്ലോ. ഇനി അതിനപ്പുറത്തേക്ക് ചിന്തിച്ചാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഈ പ്രപഞ്ചത്തിന് ജന്മം നൽകിയത് ആരായിരിക്കും? ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്ത മറ്റൊരു ശക്തി ഉണ്ടാകില്ലേ? ആ ശക്തിയെ ചിലർ ഈശ്വരൻ എന്ന് പേര് കൊടുത്ത് വിളിക്കുന്നു, മറ്റു ചിലർ ബ്രഹ്മം എന്ന് പറയുന്നു, അല്ലെങ്കിൽ കോൺഷ്യസ്നസ് എന്ന പേരിൽ സൂചിപ്പിക്കുന്നു. പേരിൽ ഒരു കാര്യവുമില്ല, പക്ഷേ അങ്ങനെ ഒരു സത്യമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിൻ്റെ സൂക്ഷ്മമായ അർത്ഥം നമ്മൾ ഒന്നും ചെയ്യേണ്ട എന്നല്ല, നമ്മുടെ പ്രശ്നം യഥാർത്ഥത്തിൽ നമ്മുടേതല്ല എന്ന തിരിച്ചറിവിൽ വേണ്ടത് ചെയ്യണം എന്നാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നം ഈ പ്രപഞ്ചത്തിൻ്റേതാണ്, അദൃശ്യമായ ആ ശക്തിയുടേതാണ്, ഈശ്വരൻ്റേതാണ്. നമുക്ക് എല്ലാം ചെയ്യാനുള്ള മനസ്സും ബുദ്ധിയും കഴിവും ആ അദൃശ്യ ശക്തിയിൽ നിന്നും ഉണ്ടായതാണ്. നമ്മുടെ ഓരോ ചലനത്തിൻ്റെയും പിന്നിൽ ആ അദൃശ്യ ശക്തിയുണ്ട്. അതിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് നമുക്ക് ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും, എത്രത്തോളം നന്നായി ചെയ്യാൻ കഴിയും അത് ചെയ്യുക. അത് മാത്രം ചെയ്താൽ മതി. ബാക്കി വിട്ടുകൊടുക്കുക. അത് തന്നെയാണ് വേണ്ടത്. ഇതിന് പറയുന്നു ആത്മസമർപ്പണത്തോടെ കർമ്മം ചെയ്യുന്ന രീതി എന്ന്. അതിൽ ശരണാഗതിയുണ്ട്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ചെറുതാവുകയല്ല ചെയ്യുന്നത്, വലുതാവുകയാണ്, ജ്ഞാനിയാവുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ എല്ലാ ഭാരവും നമ്മുടെ ചുമലിൽ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഭാരം നമ്മുടേതല്ല. ഈ സത്യം തിരിച്ചറിയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് പൂർണ്ണത വന്നു തുടങ്ങും. പ്രവർത്തനങ്ങൾക്ക് ഒരു ഡിവൈൻ ടച്ച്, ദൈവിക സ്പർശം അനുഭവപ്പെട്ടു തുടങ്ങും. അപ്പോൾ എല്ലാം ഭംഗിയായി നടക്കും. ഇങ്ങനെ ഒരു ഭാവം ഉള്ളിൽ ഉണർത്താൻ വേണ്ടി നമുക്ക് 2 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാം. പതുക്കെ കണ്ണുകളടച്ച് ഇതുവരെ കേട്ട കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്തെങ്കിലും ഭാരം മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അവസാനമായി ഒരിക്കൽ കൂടി അതോർക്കുക. ഇത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഈ പ്രപഞ്ചമുണ്ട്, ഈശ്വരനുണ്ട്,
എന്നറിയുക. ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും തൻ്റെ ഉള്ളിൽ പ്രപഞ്ചശക്തി പ്രതിഫലിക്കുന്നുണ്ട് എന്ന സത്യം തിരിച്ചറിയുക. ഒരു കുഞ്ഞിന് തൻ്റെ രക്ഷിതാക്കളിൽ ഉള്ള വിശ്വാസം തനിക്കും പ്രപഞ്ചശക്തിയിൽ ഇപ്പോൾ തോന്നുന്നുണ്ട്. ഭൂമിയിൽ വിത്ത് കുഴിച്ചിട്ട ശേഷം പൂർണ്ണ വിശ്വാസത്തോടെ അതിനെ പരിപാലിക്കുന്നത് പോലെ തെളിഞ്ഞ മനസ്സോടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് ദൃശ്യവൽക്കരിക്കുക, വ്യക്തമായി കാണുക, വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് ശരണാഗതിയോടെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം പൂർണ്ണമായും പ്രപഞ്ചത്തിന് വിട്ടുകൊടുത്ത് ഒരു ചെറുപുഞ്ചിരിയോടെ ആത്മവിശ്വാസത്തോടെ പ്രത്യാശയോടെ കണ്ണുകൾ തുറക്കുക. ഇപ്പോൾ മനസ്സിലുള്ള ഭാരം കുറച്ചെങ്കിലും ഇറക്കി വയ്ക്കാൻ കഴിഞ്ഞില്ലേ? അതിന് പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പ്രോസസ്സ് തുടർച്ചയായി കുറച്ച് ദിവസം മുടങ്ങാതെ ചെയ്യുക. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും കേട്ട ശേഷം വേണം ധ്യാനിക്കാൻ. അപ്പോൾ മാത്രമേ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഈ പരമമായ സത്യം ഇറങ്ങിച്ചെല്ലുകയുള്ളൂ. ഇത് കേട്ടപ്പോൾ താങ്കളുടെ മനസ്സിൽ വന്ന കാര്യങ്ങൾ കമൻറ്റിൽ എഴുതുമല്ലോ. ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ജീവിത രഹസ്യങ്ങളുമായി ഇനിയും വരാൻ ശ്രമിക്കാൻ. പൂർണ്ണ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും താങ്കൾക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് സ്നേഹാശംസകളോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.